ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സോപ്പ് എന്ന് പറയുന്നത് ഓയിൽസ് വെച്ചിട്ടുള്ള സോപ്പാണ്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സോപ്പാണ്. ഗ്ലിസറിൻ്റെ ബേസിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൽ കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സോപ്പ് ചെയ്യണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്പ്പ് മെഷീനും പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. ഇത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഒരു 500 ഗ്രാമിൻ്റെ ബേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 5 സോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളാണ് ഇതിൽ കാണിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും നമ്മൾ ബേസ് മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് 500 ഗ്രാമൊന്നും എടുക്കാതെ ഒരു 5-6 ഗ്രാമൊക്കെ കൂടുതൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു 511 ഗ്രാമിൻ്റെ അടുത്ത് ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ 500 ഗ്രാമിൻ്റെ ബേസ് മെഷർ ചെയ്ത് പോന്നേക്കണത്. ഇനി നമ്മളിത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഒരു ബേസും കൂടെ കൂടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്കതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വെയ്പ്പ് മെഷീനും അതിന് മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ ജെല്ലുണ്ടല്ലോ, അതൊരു 6 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അതിലേക്ക് വെജ് ഗ്ലിസറിനാണ് ചേർക്കാനായിട്ട് പോകുന്നത്. ഗ്ലിസറിൻ ഒരു 2 ഗ്രാമിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. അത് 1 ഗ്രാമിൻ്റെ അടുത്ത് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 9 ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അതിലിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ ഒരു ഓയിൽ എന്ന് പറയുന്നത്. ഇതെന്തൊക്കെ ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേമ്പാലപ്പട്ടയുടെ ഓയിൽ, അതുപോലെ തന്നെ ബീട്രൂട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഈ 3 ടൈപ്പ് ഓയിലും കൂടെ കൂടിയിട്ട് മിക്സാക്കി എടുത്തേക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല റെഡിഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ഈ 3 ഓയിലും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് കൂടുതലും ഈ ഒരു സോപ്പ് യൂസ് ആക്കാനായിട്ട് നല്ലത്. ആൽമണ്ട് ഓയിലാണെങ്കിലും ബീട്രൂട്ട് ഓയിലാണെങ്കിലും വേമ്പാലപ്പട്ടയുടെ ഓയിലാണെങ്കിലും ഇത് 3 നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ്. ആ ഒരു ഓയിൽ നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു അലോവേരയുടെ ജെല്ലും നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഗ്ലിസറിനും വൈറ്റമിനും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇത് മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ ഒരു അലോവേരയുടെ ജെല്ല് ചെറുതായിട്ട് കട്ട കെട്ടിയ പോലെയാണ് കിടക്കുന്നത്. പിന്നെ ഇതേ നമ്മുടെ മോൾഡ് എടുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ബേസ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഒരു ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഓയിൽ കൂട്ടുണ്ടല്ലോ അതും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റിൻ്റെ ഒക്കെ അടുത്തൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്തപ്പോൾ ഒരു കളറ് ബേസിലേക്ക് ഒഴിച്ചപ്പോൾ വേറൊരു കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇനി ഇത് സെറ്റായി കഴിയുമ്പോൾ എന്ത് കളറിൽ കിട്ടണമെന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് കളർ മാതിരിയാണ് ഇതിലിപ്പോൾ തോന്നുന്നത്. പിന്നെ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കളറ് അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുന്ന കമ്പനിക്ക് അനുസരിച്ച് റേറ്റൊക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിൽ വ്യത്യാസം വരും. അതിപ്പോൾ നമ്മൾ മേടിക്കുന്ന അനുസരിച്ച് അറിയാമായിരിക്കുമല്ലോ എന്തോരം ചേർക്കണമെന്നൊക്കെ ഉള്ളത്. 1 കിലോ ബേസിലേക്ക് നമുക്ക് 20 മുതൽ 25 വരെ ചേർക്കാവുന്നതാണ് കേട്ടോ ഫ്രാഗ്രൻസ് ഓയിൽ. 25 എന്ന് പറയുന്നത് നല്ല സ്മെല്ല് വേണമെന്നുള്ളവർക്കാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും കേട്ടോ. നമ്മൾ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു സോപ്പ് സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു കുഴപ്പമൊന്നും കൂടാതെ നമ്മൾ ഏകദേശം ഒരു കൈക്കണക്ക് അളവിലേക്ക് എടുക്കുമ്പോഴാണ് നമ്മുടെ സോപ്പ് പെർഫെക്റ്റ് ആവാതെ വരുന്നത്. പിന്നെയും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെയിനായിട്ട് ജ്യൂസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെടുക്കുന്ന അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞ് സോപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. സോപ്പ് പതുപതുന്നായി പോകും. അതുപോലെ തന്നെ ഈ പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ നമ്മുടെ ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ 5 സോപ്പിനുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇതൊരു 1-2 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്താണ് കേട്ടോ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. എങ്ങനെയാണ് കളർ കിട്ടിയേക്കണേന്ന് നോക്കാം കേട്ടോ.
ആഹാ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് സോപ്പ് വന്നിട്ടുണ്ട്. നല്ല ഗ്ലാസ് മാതിരിയാണ് കേട്ടോ നമ്മുടെ ഒരു സോപ്പ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന ബേസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ ആ ഒരു എന്തോട്ട് പറയുന്നത് പെർഫെക്റ്റും അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന അളവും കാര്യങ്ങളെല്ലാം കറക്റ്റായി കഴിഞ്ഞ് സോപ്പും നല്ല തിക്നെസ്സോട് കൂടി തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ 5 സോപ്പും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓയിൽ കൂട്ട് വെച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന കളറ് നാച്ചുറലായിട്ടുള്ള കളറാണ്. നമ്മളിതിലോട്ട് വേറെ കളറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കളർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ടൈപ്പ് ഓയിൽ വെച്ചിട്ടുള്ള സോപ്പ് വരുന്നത് കേട്ടോ. പിന്നെ ഓരോ സോപ്പിൻ്റെയും വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മഴക്കാലം കൂടെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ സോപ്പിന് സ്വെറ്റിങ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ സോപ്പ് നമ്മൾ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളറിലാണ് കേട്ടോ. ഒരു മുന്തിരി കളർ മാതിരിയാണ് നമ്മുടെ ഒരു സോപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഓയിൽ കൂട്ട് വെച്ചിട്ടുള്ള സോപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.